ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. പ്രിസ്ക്രിപ്ഷൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. അമ്മ, പ്രിയ തല്ലണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ആരെ പറഞ്ഞിട്ട് അവൾ അനുസരിക്കാതായപ്പോ ഒരിക്കൽ കൂടി അവൾ അവിടെ ചെന്ന് അച്ഛന്റെ നില വഷളാവോലെന്ന് ഓർത്തപ്പോ ഞാൻ അറിയാതെ തല്ലിപ്പോയതാ. അവള് പറഞ്ഞ സത്യ. അച്ഛൻ്റെ അടുത്തുനിന്ന് അവളെ അട്ടി അയക്കാൻ എനിക്കെന്താ അവകാശം? ഞാൻ അവളോട് മാപ്പ് ചോദിച്ചോളാം. വേണ്ട, മോള് ചെയ്തതില് ഒരു തെറ്റുമില്ല. മുത്തശ്ശി പറയുന്നത് കേട്ട് അവള് പലതും മാറി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. നിന്റെയും വരുണിന്റെയും വിവാഹം നടത്തി തരണമെന്ന് അച്ഛൻ വിചാരിച്ചത് അവളോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അതാണ് നേരെന്ന് അച്ഛന് മനസ്സിലായതുകൊണ്ടാ. ഒരുപാട് ഒഴിഞ്ഞു മാറി നടന്നതാമ്മേ. പ്രിയം വരുണിനെ ഒരുമിപ്പിക്കാൻ എന്നാലാവുന്നത്ര ഞാൻ ശ്രമിക്കുകയും ചെയ്തു. വരുണിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിൽ ഞാൻ വരുണിനോട് മാപ്പ് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വരുണിനെ എനിക്ക് മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. വരുണിനെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. മോളെ, ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണിനെ ഇഷ്ടാ. തിരിച്ചറിഞ്ഞപ്പോ അച്ഛനും എന്നെ തള്ളിക്കളയല്ലല്ലോ ചെയ്തത്, ചേർത്ത് പിടിക്കല്ല ചെയ്തത്. അതിനേക്കാളും വലിയ പുണ്യം ഈ ലോകത്ത് എനിക്ക് വേറെ കിട്ടാനില്ലല്ലോ. നിങ്ങളുടെ കാര്യം തന്നെയാ അച്ഛന്റെ ഏറ്റവും വലിയ സങ്കടം. അച്ഛൻ അസുഖം വിട്ടുമാറിയാൽ അച്ഛൻ ആദ്യം ചെയ്തു തീർക്കുന്ന കടമയും അത് തന്നെയായിരിക്കും. അച്ഛൻ നിങ്ങളെ ഒരുമിപ്പിക്കും. രണ്ടാളും സമാധാനമായിട്ടിരിക്കെ.